നമ്മളിൽ പലരും എന്തുകൊണ്ടാണ് എപ്പോഴും മടി പിടിച്ച് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മടിയന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഇഷ്യൂ ആണ്, നമ്മൾ എത്ര വിചാരിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫോണിന് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, ഒന്നും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടല്ലേ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളിതിന് പല റെമഡീസും ട്രൈ ചെയ്യാറുണ്ട്. ടൈം ടേബിൾ ഉണ്ടാക്കി വർക്ക് ചെയ്യാൻ നോക്കുക, ആരെങ്കിലും അക്കൗണ്ടബിൾ ആയിട്ട് വെച്ചിട്ട് അവരോട് കൊണ്ട് ചോദിപ്പിക്കുക, പിന്നെ പല രീതിയിലുള്ള സർക്കസുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ലേസിനെസ്സിലോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മടിയിൽ നിന്നോ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്തത്? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മനുഷ്യൻ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൈക്കിൾ എന്താണ്, ഒരു തോട്ട് അല്ലെ എവിടെ നിന്നാണ് ഇത് ആദ്യം ഒരു ആക്ഷൻ ഞാൻ ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു മോട്ടിവേഷൻ, അത് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം എന്താണ് വേണ്ടത്? നമുക്ക് തോന്നണം, നമുക്ക് ചെയ്യാൻ തോന്നണം, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവണം. ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് പെൻഡിങ് ആയി പോകുന്നോ, അങ്ങനെ ഒരു തോന്നൽ ആദ്യം വരണം, എങ്കിലല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അങ്ങനെ ഒരു തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അതിനാദ്യം നമ്മളിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് കാണണം. നമ്മളെന്തെങ്കിലും കണ്ടാലല്ലേ ഇതൊരു തിരുത്തേണ്ട കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്നോ ഉള്ളതൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അതിനത് കാണണം. ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യണം. നമ്മളുടെ ഒരു ഡോണ്ട് കെയർ ഏരിയയിലുള്ള ഒരു കാര്യവും നമ്മൾ സത്യം പറഞ്ഞാൽ കാണില്ല. നമ്മൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പം എന്തെല്ലാം ആക്ടിവിറ്റീസ് പാരലലി നടക്കുന്നു നമ്മളെല്ലാം കാണുന്നുണ്ടോ? കാരണം എന്താണ്? നമ്മളതെല്ലാം കെയർ ചെയ്യുന്നില്ല. നമ്മൾ കെയർ ചെയ്യുന്ന ഒരു ചുരുക്കം കാര്യം അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കത് ചെയ്യാൻ തോന്നുന്നില്ല എന്നാണ്. തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്തൊക്കെയോ കാണുന്നില്ല എന്നാണ്. ഇനി കാണുന്നില്ല എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല. ഇത് നമ്മളെ ബോദർ ചെയ്യുന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഫൈനലി ആക്ട് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആക്ട് ചെയ്യാൻ പറ്റാത്തതോ. പലരും സെലക്റ്റീവ് മടിയന്മാരാണ്. ചില ഏരിയയിൽ ഒരു മടിയൊന്നുമില്ല, നമ്മളാരും പറയുകയും വേണ്ട, അതവർ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളും. ചില ആക്ടിവിറ്റീസ് ആവട്ടെ, ചില പ്രവൃത്തികൾ ആരുടെയും മോട്ടിവേഷനൊന്നും വേണ്ട, ഈ മടിയുള്ള ആൾക്ക് തന്നെ മടി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എന്തായാലും ഉണ്ടാവും. എന്നാൽ ചില കാര്യങ്ങളിൽ അതിൽ മാത്രമേ മടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളൊന്നെങ്കിൽ ഈ ഒരു ചെയിനിൽ എവിടെയോ നമ്മൾക്കൊരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയോ കാണുന്നില്ല. കാണുക എന്ന് പറയുമ്പോൾ നോക്കുന്നതും കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുക എന്നുള്ളത് അത് നമ്മൾ പെർസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒന്നെങ്കിൽ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കാണുന്നില്ല, അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു, കാണുന്നു, എന്നിട്ടും ഇതൊരു വ്യത്യാസം വരുത്തണം നമുക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ശരിക്കും മടി മാറ്റാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ഈ റൂട്ട് കോസുകളിൽ എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയെന്നുള്ളതിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫിക്സസ് ആയിട്ട് നമ്മളെ ആക്ട് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഞാനൊരു ടൈം ടേബിൾ വെച്ച് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ആ റൂട്ട് കോസ് ഫിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ഈ സംഭവം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഫോൺ അഡിക്ഷൻ കാരണമാണോ പണിയെടുക്കാൻ കഴിയാത്തത്, അതോ നമ്മൾക്ക് മടി കാരണമാണോ? ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലുള്ള ചില ആൾക്കാർ കാരണമോ, അല്ലെ ചില സാഹചര്യം, മഴ കാരണമോ വെയിൽ കാരണം, അങ്ങനെ എന്തെങ്കിലും കാരണമാണോ? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന വിർച്വൽ റീസൺസ് ആണ് എന്തുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് വിർച്വലി കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നില്ല, പക്ഷേ ഇതിന് പകരം ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാവാം ഞാൻ ഈ പ്രവൃത്തിയിൽ എനിക്ക് ടൈം കിട്ടാത്തതെന്നോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സമയം മുഴുവൻ പോകുന്നു എന്നതിനപ്പുറം നിങ്ങൾ ഈ ചെയ്യേണ്ട വർക്കിനെ നിങ്ങൾ ബാക്ക് ട്രാക്ക് ചെയ്ത് നന്നായി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇത് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരാത്തത് അതിൻ്റെ റൂട്ട് കോസിൽ നിങ്ങൾ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് പ്രൈമറി കോസ്. അപ്പം നമ്മൾ കെയർ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കെയർ ചെയ്യുന്നില്ല, ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് എന്താണ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പർപ്പസിനെ അത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഈ ഒരു ജോലി ഞാൻ ചെയ്യാൻ ഈ പെൻഡിങ് ആക്കി വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ നീക്കി വെക്കുന്ന കാര്യം എനിക്ക് ഏതെല്ലാം രീതിയിലാണ് ഞാനത് കെയർ ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ നമ്മൾ അധികം ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും നമ്മൾ ഒരാൾക്ക് കെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അയാളെ കൊണ്ട് ലോങ് ടേം ചെയ്യാനൊന്നും കഴിയില്ല. താൽക്കാലികമായിട്ട് ഒന്ന് ചെയ്യാമെന്നല്ലാതെ അവർക്ക് ലോങ് ടേം അങ്ങനെ ഒരു കാര്യം പെർസ്യൂ ചെയ്യാൻ ഒരാളെ കൊണ്ടും കഴിയില്ല.
കെയർ ചെയ്യുന്നത് കൊണ്ട് ആക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പല ആൾക്കാരും അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്ന കാണാം അല്ലേ. എന്നാൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, നമ്മളുടെ അച്ഛനോ മകനോ മകളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മളത് കെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് കാണും, എന്നിട്ട് നമ്മൾ അവരെ ഉപദേശിക്കാൻ നോക്കും, അല്ലെ സ്മോക്കിങ് അത് നല്ലതല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റോ അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മളുടെ അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്നു എന്നുള്ള കാറ്റഗറിയിലുള്ള ഒരാൾ ചെയ്യുകയാണെങ്കിൽ അല്ലെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യൂ. അല്ലാതെ റോഡിലൂടെ നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇങ്ങനെ കോമൺ ആയിട്ടുള്ളത് അത് ഒരു ഹെൽത്ത് ഹസാർഡ് ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പോയി ഉപദേശിക്കാൻ പോവോ? എല്ലാവരും അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഒരു ചുറ്റുവട്ടത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ കണ്ണ് അങ്ങോട്ട് പോയാൽ നമ്മളത് കാണുമോ? കണ്ടാൽ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും തോന്നുമോ? ഒന്നുമില്ല. ഇതേ കാരണം കൊണ്ടാണ് പേരൻസ് അവരുടെ കുട്ടികൾ എന്ത് ചെയ്താലും കാണും, എന്ത് ചെയ്താലും അതിനെപ്പറ്റി കെയർ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ആ ഒരു വിഷയത്തിൽ ആക്ട് ചെയ്യാൻ അവർക്കൊരു മടിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു വീട് വൃത്തികേടായി കിടക്കുക എന്നുള്ളത് കെയർ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ അലങ്കോലമായിട്ടിരിക്കുന്നത് ആ വ്യക്തി കാണുന്നതേയില്ല. അതിൻ്റെ റൂട്ട് കോസ് ഒബ്വിയസ്ലി അയാൾ അത് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് കെയർ ചെയ്യുന്നില്ല? നമ്മൾ ചെയ്യാൻ മടി കാണിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ നീട്ടി വെക്കുന്ന കാര്യം എന്തുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടത് കാണുന്നില്ല? എന്തുകൊണ്ട് അതിലൊരു മാറ്റം വരാത്തത് കൊണ്ട് നമുക്കൊന്നും തോന്നുന്നില്ല? ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആ പെൻഡിങ് ആക്കി വെക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ്, അതിനെപ്പറ്റി നിങ്ങൾ ഡീപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തരം കിട്ടും. അത് ഓരോ ഇൻസിഡൻറ്റിലും ഓരോ വ്യക്തിക്കും അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് വ്യത്യാസമുള്ളൊരു ഉത്തരമായിരിക്കും. പക്ഷെ നമ്മൾ അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ഒരു പാച്ചപ്പ് ചെയ്ത് നമ്മളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മടുപ്പോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ഡോണ്ട് കെയർ എന്നുള്ള ഒരു വിഷയം അത് നമ്മുടെ അകത്ത് തന്നെ കാണും. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇനി ഒരു രീതിയിലും കെയർ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ നമ്മൾ അധികം എഫേർട്ട് എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ ഇനി വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നാത്തതെന്നും അത് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണത് കാണാത്തതെന്നും ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ തേടി നോക്കൂ. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.